പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ത്രയോദശോऽധ്യായ. സൂത ഉവാച നിശമ്യ കൗശാരവിണോപവർണിതം ധ്രുവസ്യ വൈകുണ്ഠപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യഥോക്ഷചേ പൃഷ്ടും പുനസ്തം വിതുര പ്രചക്രമേ. വിതുര ഉവാച കേതേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുവ്രത കസ്യാന്വവായേ പ്രഖ്യാത കുത്ര വാ സത്രമാസത. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം യേന പ്രോക്തഃ ക്രിയായോഗ പരിചര്യാവിധിർഹരേ. സ്വധർമ്മശീലൈ പുരുഷൈർഭഗവാൻ യജ്ഞപൂരുഷ യുജ്യമാനോ ഭക്തിമദാ നാരദേനേരിത കില. യാസ്താ ദേവർഷിണാ തത്രാവർണിത ഭഗവത്കഥാ മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാർഷ്ണ്യേനാചഷ്ടുമരിഹസി. മൈത്രേയ ഉവാച ധ്രുവസ്യ ചോൽക്കലപുത്ര പിതരി പ്രസ്ഥിതേവനം സാർവഭൗമശ്രിയം നയിച്ചദാധിരാജാസനം പിതു. സജന്മനോപശാന്താത്മാ നിസ്സംഗഃ സമദർശനാ ദദർശ ലോകേ വിതതമാത്മാനം ലോകമാത്മനി. ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരസൈകാത്മ്യമാനന്ദമനുസന്തതം അവ്യവച്ഛിന്നയോഗാഗ്നിദഗ്ധകരം അമലാശയ. സ്വരൂപമവരുന്ധാനോ നാത്മനോന്യം തദൈക്ഷത ജഡാന്തപതിരോന്മത്തമൂകാകൃതിരതന്മതി. ലക്ഷിതപതിബാലാനാം പ്രശാന്താർച്ചിരിവാനല മത്വാ തം ജഡമുന്മത്തം കുലവൃദ്ധാഃ സമന്ത്രിണ വത്സരം ഭൂപതിം ചക്രുർയവീയാം സംഭ്രമേ സുതം. സ്വർവീതിർവത്സരസ്യേഷ്ട ഭാര്യാസൂദഷഡാത്മജാൻ പുഷ്പാർണം തിക്മകേതും ച ഇഷമൂർജം വസും ജയം. പുഷ്പാർണസ്യ പ്രഭാഭാര്യാ ദോഷാ ച ദ്വേ ബഭൂവതു പ്രാതരം മധ്യന്തിരം സായമിതി ഹ്യാസൻ പ്രഭാസുതാ. പ്രദോഷോ നിഷിദ്ധോ വ്യുഷ്ട ഇതി ദോഷാസുദാസ്ത്രയാ. വ്യുഷ്ടഃ സുതം പുഷ്കരിണ്യാം സർവതേജസമാദധേ സചക്ഷു സുതമാകൂത്യാം പത്ന്യാം മനുമവാപഹ. മനോരസൂതമഹിഷീ വിരജാന്നഡ്വലാസുതാൻ പുരും കുത്സം ത്രിതം ദ്യുമ്നം സത്യവന്തമൃതം വ്രതം അഗ്നിഷ്ടോമമതീരാത്രം പ്രദ്യുമ്നം ശിവിമുൽമുഖം. ഉൽമുഖോ ജനയത്പുത്രാൻ പുഷ്കരിണ്യാം ഷഡുത്തമാൻ അംഗം സുമനസംഖ്യാതിം ക്രതുമംഗിരസം ഗയം. സുനീധാംഗസ്യാ പത്നി സുഷുവേവേനമുൽപണം യദ്ദൗശീല്യാത്സരാജർഷിർനിർവിണ്ണോ നിരഗാത് പുരാത്. യമംഗ ശേപുകുപിതാ വാഗ്വജ്രാമുനയ കില ഗദാസോസ്തസ്യ ഭൂയസ്തേ മമന്ദുർദക്ഷിണം കരം. അരാജകേ തഥാ ലോകേ ദസ്യുഭിഃ പീഡിതാഃ പ്രജാ. ജാതോ നാരായണാംശേന പൃഥുരാദ്യ ക്ഷതീശ്വര. വിതുര ഉവാച തസ്യ ശീലനിധേ സാധോർബ്രഹ്മണ്യസ്യ മഹാത്മന രാജ്ഞഃ കഥമഭൂത് ദുഷ്ടാ പ്രജാ യദ്വിമനായയൗ. കിം വാ മുഖോ വേന ഉദ്ദിശ്യ ബ്രഹ്മദണ്ഡമയൂയുജൻ. ദണ്ഡവ്രതധരേ രാജ്ഞി മുനയോ ധർമ്മകോവിദാ. നാവധ്യേയ പ്രജാപാല പ്രജാഭിരഘവാനപി യദസൗ ലോകപാലാനാം ബിഭർത്യോജസ്വതേജസാ. ഏതദാഖ്യാഹി മേ ബ്രഹ്മൻ സുനീധാത്മജചേഷ്ടിതം. ശ്രദ്ധധാനായ ഭക്തായ ത്വം പരാവരവിത്തമ. മൈത്രേയ ഉവാച അങ്കോശ്വമേധം രാജർഷിരാജഹാര മഹാക്രതും നാജഗ്മുർദേവതാസ്തസ്മിന്നാഹൂതാ ബ്രഹ്മവാദിഭിഃ. തമോചുർവിസ്മിതാസ്തത്രയജമാനമധർത്വിജ ഹവീംഷി ഹൂയമാനാനി ന തേ ഗൃഹ്ണന്തി ദേവതാ. രാജൻ ഹവീംഷ്യദുഷ്ടാനി ശ്രദ്ധയാ സാദിതാനി തേ ഛന്ദാംസി അയാതയാമാനി യോചിതാനി ധൃതൗ വ്രതൈ. ന വിദാമേകദേവാനാം ഖേളനം വയമണ്വപി
എന്ന ഗൃണ്ണന്തി ഭാഗാൻ സ്വാൻ യേ ദേവാ കർമ്മസാക്ഷിണ. മൈത്രേയ ഉവാച അംഗോ ദ്വിജവച ശ്രുത്വാ യജമാനസ്സു ദുർമനാ തത്പ്രഷ്ടും വ്യസൃജത്വാചം സദസ്യാംസ്തദനുജ്ഞയാ നാഗച്ഛന്ത്യാഹുതാ ദേവാ ന ഗൃണ്ണന്തി ഗൃഹാനിക. സദസസ്പതയോ ഭ്രൂത കിമവദ്യം മയാ കൃതം. സദസസ്പതയ ഊചു നരദേവേക ഭവതോ നാഖം താവന്മനാക് സ്ഥിതം അസ്ത്യേകം പ്രാക്തനമഖം യദി ഹേ ദൃക്ത്വമപ്രച. തഥാ സാധയ ഭദ്രം തേ ആത്മാനം സുപ്രജം നൃപ. ഇഷ്ടസ്തേ പുത്രകാമസ്യ പുത്രം ദാസ്യതി യജ്ഞഭുക്. തഥാ സ്വഭാഗധേയാനി ഗ്രഹീഷ്യന്തി ദിവൗകസാ. യജ്ഞപുരുഷഃ സാക്ഷാദപത്യായ ഹരിർവൃത. താൻ കാമാൻ ഹരിർദദ്യാത് യാൻ യാൻ കാമയതേ ജന. ആരാധിതോ യഥൈവൈഷ തഥാ പുംസാം ഫലോദയ. ഇതി വ്യവസിതാ വിപ്രാസ്തസ്യ രാജ്ഞഃ പ്രജാതയേ. പുരോഡാശം നിരവപൻശ്യപിവിഷ്ടായ വിഷ്ണവേ. തസ്മാത് പുരുഷ ഉത്തസ്ഥൗ ഖേമമാല്യമലാംബര. ഹിരൺമയേന പാത്രേണാസിദ്ധമാദായ പായസം. സ വിപ്രാനുമതോ രാജാ ഗൃഹീത്വാഞ്ജലിനൗദനം. അവഘ്രായമുദായുക്ത പ്രാതാത് പത്ന്യാ ഉദാരധി. സാ തത്പുംസവനം രാജ്ഞി പ്രാശ്യ വൈ പത്യുരാദധേ. ഗർഭം കാല ഉപാവൃത്തെ കുമാരം സുഷുവേ പ്രജാ. സബാല ഏവ പുരുഷോ മാതാമഹമനുവ്രത. അധർമാംശോദ്ഭവം മൃത്യും തേനാഭവദധാർമ്മിക. സശരാസനമുദ്യമ്യ മൃഗയുർവനഗോചര. ഹന്ത്യസാധുർമൃഗാൻ ദീനാൻ വേനോസാവിത്യരൗജന. ആക്രീഡേ ക്രീഡതോ ബാലാൻ വയസ്യാനതിദാരുണ. പ്രസഖ്യ നിരനുക്രോശ പശുമാരമമാരയത്. തം വിചക്ഷ്യ ഖലം പുത്രം ശാസനൈർവിവിധൈർനൃപ. യഥാ ന ശാസിതും കൽപ്പോ ഭൃശമാസീത് സുദുർമനാ. പ്രായേണാഭ്യർച്ചിതോ ദേവോ യേ പ്രജാഗൃഹമേധിന. കഥപത്യഭൃതം ദുഃഖം യേന വിന്ദന്തി ദുർഭരം. യത പാപീയസീ കീർത്തിരധർമ്മശ്ച മഹാൻ നൃണാം. യതോ വിരോധഃ സർവേഷാം യത ആധിരനന്ദക. കസ്തം പ്രജാപദേശം വൈ മോഹബന്ധനമാത്മന. പണ്ഡിതോ ബഹുമന്യേത യഥർത്ഥ ക്ലേശദാ ഗൃഹാ. കഥപത്യം വരം മന്യേ സദപത്യാച്യുജാം പദാത്. നിർവിദ്യേത ഗൃഹാൻ മർത്യോ യത്ക്ലേശനിവഹ ഗൃഹാ. ഏവം സ നിർവിണ്ണമനാ നൃപോ ഗൃഹാൻ നിശീത ഉത്ഥായ മഹോദയോദയാത്. അലബ്ധനിദ്രോനുപലക്ഷിതോ നിർഭിർഖിത്വാഗതോ വേനസുവം പ്രസുപ്താം. വിജ്ഞായ നിർവിദ്യഗതം പതിം പ്രജാ. പുരോഹിതാമാത്യസുഹദ്ഗണാദയ വിചുക്യുരുർവ്യാമതിശോകകാതരാ. യഥാ നിഗൂഢം പുരുഷം കുയോഗിന. അലക്ഷയന്ത പദവിം പ്രജാപതേ ഹതോദ്യമാ. പ്രത്യുപസൃത്യത്തെ പുരിം ഷിംസമേതാനഭിവന്ദ്യ സാശ്രവോ. ന്യവേദയൻ പൗരവ ഭർതൃവിപ്ലവം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ ത്രയോദശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. 12-ാം അധ്യായത്തിൽ ധ്രുവന്റെ പരമപദപ്രാപ്തിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു. കേവലം 5 വയസ്സുള്ളപ്പോഴാണ് ധ്രുവൻ വനത്തിൽ പോയി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത്. ആ പരമപദം മറ്റനേകം പേർക്ക് വർഷങ്ങൾ ശ്രമിച്ചിട്ടും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ധ്രുവചരിതം ശ്രവിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവർക്ക് ധനം, ആയുസ്, കീർത്തി, പുണ്യം, ചിത്തശുദ്ധി മുതലായവയെല്ലാം സിദ്ധിക്കുന്നു.
അചഞ്ചലമായ വിഷ്ണുഭക്തിയും തന്മൂലം സംസാര ദുഃഖത്തിൽ നിന്നുള്ള മുക്തിയും സിദ്ധിക്കുന്ന ആ പുണ്യചരിതമാണ് മൈത്രേയ മഹർഷി വിതുരർക്ക് ഉപദേശിച്ചു കൊടുത്തത്. ഇത് ശ്രവിച്ച് ഭഗവത് ഭക്തി വർദ്ധിച്ച വിതുരർ മൈത്രേയ മുനിയോട് ധ്രുവവംശചരിതത്തെക്കുറിച്ചും നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ളതായ ഭഗവത് കഥകളെല്ലാം പറഞ്ഞു തരണമേ എന്ന് അഭ്യർത്ഥിക്കുന്നതുമാണ് 13-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. മൈത്രേയ മഹർഷി പറയുകയാണ്, ധ്രുവൻ വനത്തിലേക്ക് പോയിട്ടും അദ്ദേഹത്തിൻ്റെ പുത്രനായ ഉൽക്കലൻ രാജ്യാധികാരം ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ചില്ല. ജനനം മുതൽ തന്നെ ശാന്തനും നിസ്സംഗനും സമദർശനത്തോടു കൂടിയവനുമായ ഉൽക്കലൻ ആത്മാവിൽ വിശ്വത്തെയും വിശ്വത്തിൽ ആത്മാവിനെയും ദർശിച്ചുകൊണ്ട് കഴിഞ്ഞു വന്നു. യോഗാഗ്നി കൊണ്ട് കർമ്മഫലങ്ങളെ സർവവും ദഹിപ്പിച്ചു കളഞ്ഞ അദ്ദേഹം സർവ്വതിനെയും ബ്രഹ്മമയമായി ദർശിച്ചു. അജ്ഞരായവർക്ക് അദ്ദേഹം ഭ്രാന്തനെ പോലെയും ബധിരനെ പോലെയും മൂകനെ പോലെയും ജഡനെ പോലെയുമൊക്കെ തോന്നിച്ചു. ഉൽക്കലൻ ജഡനും ഉന്മത്തനും തന്മൂലം അദ്ദേഹം രാജ്യാധികാരത്തിന് അയോഗ്യനാണെന്നും കൂടി കരുതി. മന്ത്രിമാരും കുലമുഖ്യന്മാരുമെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ സഹോദരനും ഭൂമിയുടെ പുത്രനുമായ വത്സരനെയാണ് രാജാവായി വാഴിച്ചത്. അദ്ദേഹത്തിന് സ്വപത്നിയായ സ്വർവീഥിയിൽ നിന്ന് പുഷ്പാർണൻ, തിഗ്മകേതു, ഈഷൻ, ഊർജൻ, വസു, ജയൻ എന്നിങ്ങനെ 6 പുത്രന്മാരുണ്ടായി. പുഷ്പാർണൻ പ്രഭ, ദോഷ എന്നീ 2 രാജ്യ കന്യകമാരെ പരിണയിച്ചു. പ്രഭയുടെ സന്തതികളായി പ്രഭാതൻ, മധ്യാഹ്നൻ, സായന്തനൻ എന്നിവരും ദോഷയുടെ മക്കളായി പ്രദോഷൻ, നിശീഥൻ, വ്യുഷ്ടൻ എന്നിവരും ജാതരായി. വ്യുഷ്ടന് പുഷ്കരിണിയിൽ നിന്ന് സർവതേജസ് എന്നൊരു പുത്രനുണ്ടായി. സർവതേജസ്സിന് ആകൂതിയിൽ പിറന്ന പുത്രനാണ് ചാക്ഷുഷമനു. അദ്ദേഹത്തിന് ന്വഡ്വല എന്ന ഭാര്യയിൽ പുരു, കുൽസൻ, ത്രിതൻ, ദ്യുമ്നൻ, സത്യവാൻ, ഋതൻ, വ്രതൻ, അഗ്നിഷ്ടോമൻ, അതിരാത്രൻ, പ്രദ്യുമ്നൻ, ശിബി, ഉന്മുഖൻ എന്നിവർ ജനിച്ചു. ഉന്മുഖന് പുഷ്കരിണിയിൽ അങ്കൻ, സുമനസ്, ഖ്യാതി, ക്രതു, അങ്കിരസ്, ഗയൻ എന്നീ ഉത്തമരായ 6 പുത്രന്മാർ ജനിച്ചു. അങ്കന് സുനീത എന്ന ഭാര്യയിൽ വേനൻ എന്ന പേരോടുകൂടിയ ഒരു ദുഷ്ടപുത്രനാണ് ജനിച്ചത്. അവൻ്റെ ദുശീലം സഹിക്കവയ്യാതെ അങ്കൻ രാജ്യം വെടിഞ്ഞുപോയി. ഒരിക്കൽ കുപിതനായ മുനിമാർ വേനനെ വാഗ്വജ്രം കൊണ്ട് വധിച്ചു. തുടർന്ന് അവർ അവൻ്റെ വലതു കൈ കടഞ്ഞു. അതിൽ നിന്നും പൃഥു എന്ന നാമത്തോടു കൂടിയവനും വിഷ്ണുവിൻ്റെ അംശഗുണങ്ങളോട് കൂടിയവനുമായ ഒരു പുത്രനുണ്ടായി. വിതുരർ ചോദിക്കുകയാണ്, മഹാമുനെ, വേനൻ്റെ ഏത് ദോഷം കൊണ്ടാണ് അങ്കൻ രാജ്യം വിട്ടുപോയത്? ധർമ്മജ്ഞരായ മുനിമാർ എന്തുകൊണ്ടായിരുന്നു വേനനെ ശപിച്ചത്? ഇന്ദ്രാദി ദേവന്മാരുടെ തേജസ്സോടു കൂടിയ നൃപനെ ദോഷമുണ്ടെങ്കിൽ കൂടി പ്രജകൾ വെറുക്കുകയില്ലല്ലോ. ത്രികാലജ്ഞാനിയായ അവിടുന്ന് വേനൻ്റെ സർവചരിതങ്ങളും ശ്രദ്ധാഭക്തിയുക്തനായ എനിക്ക് പറഞ്ഞു തന്നാലും. ഇത് കേട്ട്
മൈത്രേയ മഹർഷി പറഞ്ഞു, പണ്ട് രാജർഷിയായ അങ്കൻ ഒരു അശ്വമേധയാഗം നടത്തുകയുണ്ടായി. ബ്രഹ്മജ്ഞരായ മുനിമാർ എത്ര തന്നെ ആഹൂതി നടത്തിയിട്ടും ദേവന്മാർ ആ യജ്ഞത്തിൽ പങ്കെടുത്തില്ല. ഇക്കാര്യം പുരോഹിതർ രാജാവിനോടുണർത്തിച്ചു. നൃപോത്തമ, ദേവന്മാർ മന്ത്രാഹൂതികളെ സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ സമർപ്പിച്ച ഹവിസ് ദോഷരഹിതവും ശ്രദ്ധയോടുകൂടിയതുമായിരുന്നു. വ്രതസ്ഥരായ ഞങ്ങൾ വിധി അനുസരിച്ചു തന്നെയാണ് മന്ത്രം ജപിച്ചത്. ദേവന്മാരെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ചിന്തയിൽ കൂടി ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ദേവന്മാർ ഹവിർഭാഗം സ്വീകരിക്കുന്നില്ലല്ലോ. മൈത്രേയ മഹർഷി പറഞ്ഞു. പുരോഹിതന്മാരുടെ വാക്കുകേട്ട് ദുഃഖിതനായ നൃപൻ സഭാപതികളോട് ചോദിച്ചു, പുണ്യാത്മാക്കളെ, ദേവന്മാർ എന്തുകൊണ്ടാണ് സോമഭാഗം ഭുജിക്കാനായി വരാത്തത്? ഞാൻ എന്തപരാധമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? ഇത് കേട്ട് സഭാപതികൾ പറഞ്ഞു, നൃപോത്തമ, അവിടുന്ന് ഈ ജന്മത്തിൽ യാതൊരു അപരാധവും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ പൂർവജന്മ കർമ്മഫലമായി അവിടുന്ന് അപുത്രവാനാണ്. അതുകൊണ്ട് അവിടുന്ന് ശ്രേഷ്ഠനായ പുത്രൻ ജനിക്കുന്നതിനായി പ്രയത്നിക്കുകയാണ് വേണ്ടത്. യജ്ഞേശനായ ശ്രീഹരിയെ യജ്ഞങ്ങൾ കൊണ്ട് പ്രീതിപ്പെടുത്തിയാൽ അവിടുത്തേക്ക് നിശ്ചയമായും പുത്രസിദ്ധി ഉണ്ടാകും. യജ്ഞേശനായ ശ്രീഹരിയെ യജ്ഞങ്ങൾ കൊണ്ട് പുത്രലബ്ധിക്കായി കൊണ്ട് യജിച്ചാൽ നിശ്ചയമായും ദേവന്മാർ അവരവരുടെ ഭാഗങ്ങൾ സ്വീകരിക്കും. ഏതാഗ്രഹം സാധിക്കാനാണോ ഭഗവാനെ ആരാധിക്കുന്നത്, അവരുടെ ആ ആഗ്രഹങ്ങളെ ഭഗവാൻ സാധിപ്പിക്കുന്നു. സദസ്യരുടെ ഈ വാക്കുകൾ കേട്ട് ഋത്വിക്കുകൾ രാജാവിൻ്റെ അനുവാദപ്രകാരം പുത്രാർത്ഥം യജിക്കുവാൻ തുടങ്ങി. യാഗാഗ്നിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞവനും ദിവ്യവസ്ത്രധാരിയുമായ ഒരു പുരുഷൻ സ്വർണപാത്രത്തിൽ പായസവുമേന്തിക്കൊണ്ട് ഉയർന്നു വന്നു. പുരോഹിതന്മാരുടെ അനുവാദത്തോടുകൂടി രാജാവ് പായസം ഏറ്റുവാങ്ങി പത്നിക്ക് നൽകി. ആ പായസം ഭുജിച്ചതിൻ്റെ ഫലമായി അംഗപത്നി ഗർഭം ധരിക്കുകയും സമയമായപ്പോൾ പ്രസവിക്കുകയും ചെയ്തു. അങ്കൻ്റെ ദുർവിധി എന്ന് മാത്രം പറയട്ടെ, ആ പുത്രൻ ബാല്യത്തിൽ തന്നെ അധർമ്മ പ്രവൃത്തികൾ ചെയ്തു തുടങ്ങി. നിരപരാധികളായ നാട്ടുമൃഗങ്ങളെ യാതൊരു കാരണവും കൂടാതെ കൊന്നൊടുക്കി. ദുഃഖിതരായ ജനങ്ങൾ കരഞ്ഞുകൊണ്ട് രാജാവിനോട് പരാതി പറഞ്ഞു. കൂട്ടുകാരെ കൂടി വന്യമൃഗത്തെ എന്ന പോലവൻ കൊന്നൊടുക്കി. രാജാവ് എത്ര തന്നെ ശാസിച്ചിട്ടും മകനെ നിയന്ത്രിക്കാനായില്ല. ദുഃഖിതനായ അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു, ഗൃഹസ്ഥന്മാരുടെ ഇടയിൽ ദുഷ്ടനായ പുത്രനുള്ളവനേക്കാൾ ഭാഗ്യവാൻ പുത്രനില്ലാത്തവൻ തന്നെയാണ്. അവർക്കൊരിക്കലും കുപുത്രൻ വരുത്തിവെക്കുന്ന ദുഃഖത്തെ അറിയേണ്ടതില്ലല്ലോ. ദുഷ്ടപുത്രൻ നിമിത്തമായി മാനഹാനി, അധർമ്മവൃത്തികൾ, ശത്രുത, മനോവ്യഥ മുതലായവയെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ കുപുത്രൻ സൽപുത്രനേക്കാൾ ഉപരിയാണ്. കാരണം സൽപുത്രൻ ഗൃഹസ്ഥനെ ജീവിതത്തിൽ ആസക്തചിത്തനാക്കുന്നു. കുപുത്രനാകട്ടെ വൈരാഗ്യം വളർത്തുകയേ ഉള്ളൂ. ഇപ്രകാരമുള്ള നിരന്തര ചിന്ത കൊണ്ട് അംഗരാജാവ് വൈരാഗിയായി തീരുകയും ഒരു നാൾ കൊട്ടാരമുപേക്ഷിച്ച് വനത്തിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. മന്ത്രിമാരും പുരോഹിതന്മാരും മിത്രങ്ങളുമൊക്കെ എത്ര തന്നെ അന്വേഷിച്ചിട്ടും അപക്വമതികളായ യോഗികൾക്ക് ഈശ്വരനെ എന്നതുപോലെ അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. ദുഃഖിതരായ അവർ കൊട്ടാരത്തിൽ മടങ്ങി വന്ന് കണ്ണീർ വാർക്കുവാൻ തുടങ്ങി. ഇത്രയും പറഞ്ഞുകൊണ്ട് 13-ാം അധ്യായം ഭഗവാന്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീകൃഷ്ണാർപ്പണമസ്തു.